നമസ്കാരം. നിങ്ങളുടെ കൈവശം ആധാർ കാർഡും പാൻ കാർഡും വോട്ടർ ഐ ഡിയും ബാങ്ക് അക്കൗണ്ടും എന്തിന് സ്വന്തം പേരിലുള്ള ഭൂമി രേഖകൾ വരെ ഉണ്ടോ? എങ്കിൽ ഓർക്കുക, ഈ രേഖകളെല്ലാം ഉണ്ടായിട്ടും നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് നിയമപരമായി തെളിയിക്കാൻ സാധിച്ചേക്കില്ല. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരുപക്ഷെ വളരെ പ്രയാസമുണ്ടാകും. കയ്യിലുള്ള രേഖകളെല്ലാം മറ്റെന്തിനോ വേണ്ടി മാത്രമാണ് എന്നും രാജ്യത്തെ സ്വന്തം പൗരത്വം തെളിയിക്കാൻ ഒരൊറ്റ തിരിച്ചറിയൽ രേഖ പോലും ഇന്ന് നിലവിലില്ല എന്നുമുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൽക്കട്ട ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവോടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഭാരതത്തിലെ ഏതൊരു സാധാരണ പൗരന്റെയും ജീവിതത്തെ നിമിഷ നേരം കൊണ്ട് അനിശ്ചിതത്വത്തിലാക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് കൽക്കട്ട ഹൈക്കോടതിയിൽ സമീപകാലത്ത് നടന്ന സംഭവം തുറന്നു കാട്ടുന്നത്. രാജ്യത്ത് ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ കൈവശമുള്ള ഭരണഘടനാപരമായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളെല്ലാം പൗരത്വത്തിന്റെ തെളിവുകളാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നിയമവ്യവസ്ഥയുടെ മുന്നിൽ ഈ രേഖകളെല്ലാം അപര്യാപ്തമാണ് എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുന്നത്. ആധാർ കാർഡും പാൻ കാർഡും വോട്ടർ ഐ ഡിയും എന്തിന് ബന്ധുക്കളുടെ പാസ്പോർട്ടും മറ്റ് പാരമ്പര്യ ഭൂമി രേഖകളും വരെ കൈവശമുണ്ടായിരുന്നിട്ടും ഒരാൾ സ്വന്തം രാജ്യത്ത് അന്യനായി മാറാമെന്ന ഭീതിജനകമായിട്ടുള്ള ഒരവസ്ഥ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് അവിടെയും ഇവിടെയുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. നാസർ എന്ന വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. വിദേശിയാണ് എന്നും ബംഗ്ലാദേശി പൗരനാണ് എന്നുമുള്ള സംശയത്തിന്റെ പേരിൽ അധികാരി നാസറിനെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് അഥവാ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റി. ഈ നടപടിയെ നിയമപരമായി ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കൽക്കട്ട ഹൈക്കോടതിയിൽ ഹാബിയസ് കോർപ്പസ് ഹർജി ഫയലും ചെയ്തു. തടങ്കലിൽ കഴിയുന്ന വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നും അദ്ദേഹത്തിന്റെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ട് എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ബന്ധുക്കൾ നീതിപീഠത്തെ സമീപിച്ചത്. നാസറിന്റെയും കുടുംബത്തിന്റെയും ആധാർ കാർഡ്, പാൻ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പിന്നെ തലമുറകളായിട്ട് അവരുടെ കൈവശമുള്ള പാരമ്പര്യ ഭൂമിയുടെ വസ്തുക്കളുടെ ഉടമസ്ഥാ രേഖകൾ, കൂടാതെ അദ്ദേഹത്തിന്റെ രക്തബന്ധമുള്ള മറ്റു ബന്ധുക്കളുടെ പാസ്പോർട്ട്, ഇങ്ങനെ അതിശക്തമെന്ന് നമ്മൾ കരുതുന്ന എല്ലാ ഔദ്യോഗിക രേഖകളും അവർ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു. എന്നാൽ ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ രേഖകളും പരിശോധിച്ച് അത് സമഗ്രമായി പരിശോധിച്ച് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം ഇന്ത്യയിലെ ഓരോ പൗരനെയും ചിന്തിപ്പിക്കുന്നതാണ്. ഹാജരാക്കിയ രേഖകൾ ഒന്നും തന്നെ ഒരാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് അന്തിമമായി തെളിയിക്കപ്പെടുന്ന കോൺക്ലൂസീവ് എവിഡൻസ് അഥവാ പൂർണ്ണമായ തെളിവടങ്ങിയ രേഖകളല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇവിടെ കോടതിയുടെ നിലപാടിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കോടതി എടുത്തിട്ടുള്ള നിലപാട് ശരിയായ നിലപാടാണ്. കാര്യം, കോടതിയിൽ പ്രോസിക്യൂട്ടർ വാദിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് വോട്ടർ ഐ ഡി കാർഡ് എടുത്ത് മുന്നിൽ വെച്ചാൽ ഇത് വോട്ട് ചെയ്യാനുള്ള രേഖയാണോ പൗരത്വത്തിന്റെ രേഖയല്ല എന്നാണ് വാദിക്കുന്നത്. അവിടെ നമുക്കൊരു മറുവാദം ഉന്നയിക്കാം. ഈ ഇന്ത്യൻ പൗരന്മാരല്ലാതെ വേറെ ഏതെങ്കിലും പൗരന്മാർ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നുണ്ടോ എന്ന് ഇല്ല എന്നാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ എന്നാലും ആ രേഖ വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന രേഖയല്ലേ? ആണ്. അത് പൗരത്വത്തിന് വേണ്ടി കൊടുക്കുന്ന രേഖ അല്ലല്ലോ? അല്ല. അപ്പോൾ വോട്ടർ ഐ ഡി പൗരത്വ രേഖയല്ല. ഇനി ആധാർ കാർഡ് പൗരത്വ രേഖയാണോ? അല്ല. കോടതിയുടെ മുന്നിലെത്തുമ്പോൾ അല്ല. കാരണം ആ ആധാർ കാർഡ് മറ്റ് ആവശ്യങ്ങൾക്ക്, നമുക്കറിയാമല്ലോ, ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു രേഖയായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ അത് പൗരത്വ രേഖയാണോ? അല്ല. അത് പൗരത്വ രേഖയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാർ ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ ഒരു ബസ് ഉണ്ടാക്കി വെച്ചു, ഇല്ലെങ്കിൽ ഒരു ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അത് ബിരിയാണിയാണ് എന്ന് എഴുതി വെച്ചിട്ടില്ല. അതെന്താണ് എന്ന് ഇതൊന്നിലും തന്നെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അത് കാറുമല്ല, അത് ബസ്സുമല്ല, അത് ബിരിയാണിയുമല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. കാരണം കോടതിയിൽ അങ്ങനെയാണ് രേഖകൾ സമർപ്പിക്കുന്നത്. ഏതായാലും നാസറിനെ ഡിറ്റൻഷൻ സെന്ററിൽ തന്നെ അവിടെ നിലനിർത്തണം, അങ്ങനെ അവിടെ അടച്ചിട്ടത് ശരിയായ നടപടിയാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. രാജ്യത്തെ ഭരണകൂടങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളുടെ യഥാർത്ഥ നിയമപരമായിട്ടുള്ള സ്വഭാവം എന്താണ് എന്ന് ഈ ഉത്തരവിലൂടെ കോടതി എടുത്തു പറയുകയുമുണ്ടായി. കോടതിയുടെ കണ്ടെത്തലുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന രേഖകൾക്ക് പൗരത്വവുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്നൊരു യാഥാർത്ഥ്യം വ്യക്തമാകുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ദൈനംദിന സാമ്പത്തിക ഇടപാടുകൾക്കും ആദായ നികുതി ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന പാൻ കാർഡ് ഇൻകം ടാക്സ് വകുപ്പ് നൽകുന്ന ഒരു സാമ്പത്തിക തിരിച്ചറിയൽ രേഖയാണ്. വ്യക്തിഗത വരുമാനവും നികുതി വിവരങ്ങളും ഒക്കെ ട്രാക്ക് ചെയ്യാനല്ലാതെ പൗരത്വം സാക്ഷ്യപ്പെടുത്താൻ പാൻ കാർഡിന് നിയമപരമായ അധികാരമില്ല. അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തെ എല്ലാ പൊതുസേവനങ്ങൾക്കും ആധാരമായി മാറിയിട്ടുള്ള ആധാർ കാർഡ് എന്നത്
ഒരു വ്യക്തിയുടെ മേൽവിലാസവും അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖ മാത്രമാണ്. ആധാർ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ 182 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡിന് അർഹത ഉണ്ട് എന്നാണ് പറയുന്നത്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്ന്. എന്തായാലും ആധാർ കാർഡ് എന്നത് പൗരത്വത്തിനുള്ള തെളിവല്ല, മറിച്ച് നിശ്ചിത കാലയളവിലെ താമസത്തിനുള്ള ഒരു തെളിവ് മാത്രമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ ഐ ഡി കാർഡ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. അത് പൂർണ്ണമായും പക്ഷേ പൗരത്വ രേഖ അല്ലെങ്കിൽ തെളിവായി കോടതിക്ക് അംഗീകരിക്കാറില്ല എന്നതാണ് വസ്തുത. വ്യക്തികളുടെ പാരമ്പര്യ ഭൂമി രേഖകൾ ആ സ്ഥലത്തെ സ്വത്ത് ഉടമസ്ഥയെ മാത്രമാണ് കാണിക്കുന്നത്. ബന്ധുക്കൾക്ക് പാസ്പോർട്ട് ഉണ്ടെന്നത് ആ വ്യക്തിക്ക് പൗരത്വം നൽകാനുള്ള ഒരു തെളിവല്ല. കോടതിയിൽ ഹാജരാക്കപ്പെട്ട രേഖകളിൽ ചില സാങ്കേതികവും നിയമപരമായിട്ടുള്ള പോരായ്മകൾ ഒരുപക്ഷെ കണ്ടെത്തിയിട്ടുണ്ടാകാം. എങ്കിലും ഈ സംഭവം ഉയർത്തുന്ന കാതലായ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ താൻ ഈ രാജ്യത്തെ പൗരനാണ് എന്ന് നിസ്സംശയം തെളിയിക്കാൻ കൃത്യമായ എന്താണ് കൈവശം വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് രേഖയാണ് അവൻ സംഘടിപ്പിച്ചു വെക്കേണ്ടത് എന്ന്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യൻ പൗരന്മാർ നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന 140 കോടി ജനങ്ങൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണകൂടം ഔദ്യോഗികമായി നൽകുന്ന ഇത്തരം പ്രമുഖ രേഖകൾ ഒന്നും തന്നെ പൗരത്വം തെളിയിക്കാൻ പ്രാപ്തമല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരു വ്യക്തി ഇനി എന്ത് രേഖയാണ് ഹാജരാക്കേണ്ടത്? രാജ്യത്തിന്റെ അതിർത്തികളിൽ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും നിർധനരും തലമുറകളായി കൈമാറ്റം ചെയ്തു വന്ന രേഖകൾക്കപ്പുറം പ്രത്യേകമായി ഒരു പൗരത്വ സർട്ടിഫിക്കറ്റോ രേഖയോ സ്വന്തമായി ഉണ്ടാകാറില്ല. പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ, ചേരി ഒഴിപ്പിക്കലുകൾ, പ്രവാസം എന്നിവ കാരണം രേഖകൾ നഷ്ടപ്പെട്ടു പോയ ദരിദ്ര വിഭാഗങ്ങൾക്ക് ഇത് ജീവൻ മരണ പ്രശ്നമായിട്ട് ഇക്കാലത്ത് മാറിപ്പോകുന്നുമുണ്ട്. ഒരു ഭരണഘടനയും ജനാധിപത്യ വ്യവസ്ഥയും നിലനിൽക്കുന്ന രാജ്യത്ത് വ്യക്തികൾ തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ നിരന്തരം ഭീതിയുടെ മുൾമുനയിൽ നിൽക്കേണ്ടി വരിക എന്നത് പൗരാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പൗരന്മാർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ ലളിതവും വ്യക്തവും സർവ്വസ്വീകാര്യവുമായ ഒരു ഏകീകൃത സംവിധാനം ഈ രാജ്യത്ത് ഇല്ല എന്നത് നമ്മൾ പ്രത്യേകം നോക്കണം. ഭരണകൂടത്തിന്റെ ഒരു വലിയൊരു വീഴ്ചയാണ്. കാരണം പൗരത്വം എന്ന് പറയുമ്പോൾ എന്താണ് പൗരത്വ രേഖ എന്ന് ഭരണകൂടം തന്നെ വിളിച്ചു പറയണം. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ എന്നിവയാണ് പലപ്പോഴും പൗരത്വ പരിശോധനകളിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ദശകങ്ങൾക്ക് മുമ്പ് ഗ്രാമപ്രദേശങ്ങളിലും വീടുകളിലും ജനിച്ച ദശലക്ഷക്കണക്കിന് വയോധികർക്കും അവരുടെ മക്കൾക്കും ഔദ്യോഗിക ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിലും അത് തന്നെയാണ് നിലവിലുള്ള അവസ്ഥ. ഇവിടെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിലവിൽ വന്നിട്ട് എത്ര കൊല്ലമായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഈ ഒരു അവസ്ഥയ്ക്ക് ജനാധിപത്യപരമായിട്ടുള്ള പരിഹാരം സത്യത്തിൽ ആവശ്യമാണ്. അതേക്കുറിച്ചുകൂടെ യാതൊരു ചിന്തയുമില്ല. ഒന്നുകിൽ സർക്കാർ നൽകുന്ന വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ പോലുള്ള സുപ്രധാന രേഖകൾ വിതരണം ചെയ്യുമ്പോൾ തന്നെ കൃത്യമായ പൗരത്വ പരിശോധന പൂർത്തിയാക്കി അവയെ പൗരത്വത്തിന്റെ കൂടി ഒരു കോൺക്ലൂസീവ് പ്രൂഫ് ആക്കിയിട്ട് നിയമപരമായിട്ടുള്ള തെളിവാക്കിയിട്ട് മാറ്റാൻ നിയമനിർമ്മാണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക പൗരത്വ തിരിച്ചറിയൽ രേഖ ഭരണകൂടം നൽകണം. സ്വന്തം രാജ്യത്ത് ജനിച്ചു വളർന്ന മനുഷ്യരെ സ്വന്തം സാങ്കേതിക രേഖകളുടെ അഭാവത്തിൽ അന്യരായി കാണുന്ന രീതി നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നീതിപീഠങ്ങളും അതുപോലെ ഭരണകൂടങ്ങളും ഒക്കെ പൗരന്മാരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി പൗരത്വം തെളിയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലളിതമാക്കുകയും മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുകയും വേണം. വിദേശികളായ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള പൗരന്മാർ ഭീതിയില്ലാതെ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു ജനാധിപത്യ ഗവൺമെന്റിന്റെയും പരമപ്രധാനമായ കടമയാണ് എന്ന് അതത് കാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാർ ചിന്തിക്കണം. ആധാർ, പാൻ, വോട്ടർ ഐ ഡി തുടങ്ങിയ കൈവശമുള്ള സാധാരണക്കാരെ അവിശ്വാസത്തോടെ കാണുന്ന അവസ്ഥയ്ക്ക് വിരാമമിടാൻ വ്യക്തമായ നിയമനിർമ്മാണവും ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണവുമാണ് ഏക പരിഹാരം. അവസാനമായി ഒരു കാര്യം ചോദിക്കാനുള്ളത്, പാസ്പോർട്ട് എന്നത് ഒരു പൗരത്വ രേഖയായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടാണ്, ഇന്ത്യൻ പൗരനാണ് എന്നതിന്റെ രേഖയായി അവർ കാണുന്നത്. ഇന്ത്യക്കാർ ഒരു പക്ഷെ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ അതിനൊരു പൗരത്വ രേഖയായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഈ പാസ്പോർട്ട് ഒരു പൗരത്വ രേഖ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഒരു പാസ്പോർട്ട് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ
ഇന്ത്യൻ പാസ്പോർട്ട് എന്തിനാണ് അസ്ഥിരപ്പെടുത്തുന്നത്? 2 രാജ്യത്തെ പൗരന്മാരയക്കാൻ ഇന്ത്യൻ പൗരന് അനുവാദമില്ല. ഒന്നുകിൽ ആ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യം. അങ്ങനെ 2 വള്ളത്തിലും കാലിടണ്ട, ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലിട്ടാൽ മതി എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൗരത്വ രേഖയല്ല ഈ പാസ്പോർട്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തെ പാസ്പോർട്ട് ഈ ഇന്ത്യൻ പൗരൻ കയ്യിൽ വെച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പൗരത്വ രേഖ? എന്താണ് പൗരത്വത്തിനുള്ള സർട്ടിഫിക്കറ്റ്? അത് ഇനിയും നമുക്ക് അറിയണ്ടേ? അതോ ഈ ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഭീതി പടർത്തിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മുഴുവൻ ആൾക്കാരെയും തടങ്കൽ പാളയത്തിലേക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ആസൂത്രിത ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ? Different angles. Don't forget to subscribe and support this channel.